How many of you believe that the presence of the Lord and the glory of God already here in this place tonight? ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Amen. And I believe that tonight that you will see the glory of God coming upon this place. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഈ ഇടത്ത് ഇറങ്ങി വരുന്നത് കാണും. Because the Lord gave me the message to speak on the glorious church tonight. ഇന്ന് രാത്രികാലം ദൈവം എനിക്ക് സംസാരിപ്പാൻ നൽകി തന്നിരിക്കുന്ന ദൂത് മഹത്വമേറിയ ദൈവത്തിന്റെ സഭ എന്നാണ്. Amen. Hallelujah. 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 God, if you want to see the glory of God to come upon this land, you must see the glory of God is going to come upon the churches. ഈ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണണമെങ്കിൽ ആദ്യമായി ദൈവത്തിന്റെ മഹത്വം ദൈവസഭയിൽ ഇറങ്ങി വരുന്നത് നാം കാണണം. And the glory of God come upon the churches, that will move into our land. ദൈവ മഹത്വം ദൈവസഭയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് ദേശത്തേക്കും വ്യാപരിക്കുവാൻ തുടങ്ങും. And before I go into God's word, I take this time to just appreciate Pastor and every servants of God and every brothers and sisters who are present here tonight. ഇന്ന് രാത്രികാലം ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ആദ്യമായി എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. And I have seen Pastor Bethel P. Jacob, please. I have seen him maybe 1983 or 1984 or 1982. He came to Manakala Bible College. I was a student at that time. 1982-83 ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ അവിടെ ദേവദാസൻ പാസ്റ്റർ ബെഥേൽ പി ജേക്കബ് അവറുകൾ കടന്നു വന്ന് ശുശ്രൂഷിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. It was so really a blessing to us. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. And 1980 and God gave me something very special touch in my heart. That's why I came to North India. 1980 ദൈവം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചതിനാൽ അതിവിശിഷ്ടമായ എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനാൽ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. 1980 July 6 Saturday night 9:30 and I was baptized in the Holy Spirit in Manakala Bible College. മണക്കാല ബൈബിൾ കോളേജിൽ വെച്ച് 1980 ജൂലൈ 6 രാത്രി 9:30 മണിക്ക് ഞാൻ പരിശുദ്ധാത്മ സ്നാനം ബൈബിൾ കോളേജിൽ വെച്ച് പ്രാപിക്കുകയുണ്ടായി. Not only that, God gave me a specific word into my life that is my gifting and calling, and that's why I came to North India. അത് മാത്രമല്ല അന്നാളുകളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നതായ ഒരു പ്രത്യേക ദൈവവചനമുണ്ട്. അതെന്റെ ദൈവ വേലയ്ക്കുള്ള വിളിക്ക് കാരണമായി തീർന്നു. അത് കാരണമാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ശുശ്രൂഷിപ്പാൻ കടന്നു വന്നത്. That's from the book of 1 Timothy chapter 2 verse 7. 1 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. It says that what you have received you have to tell the truth, not the lie. I have appointed you as a herald, which means preacher, and also an apostle and a teacher to the Gentiles. That was my gifting and calling, and I came to North India. ദൈവം എനിക്ക് നൽകി തന്നിരുന്ന വിളി ജാതികൾക്ക് ഒരു അപ്പോസ്തലനായിരിക്കാൻ ദൈവത്തിന്റെ വചനമായി അറിയിപ്പാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. In 1988 I came to North India. 1988 ഞാൻ വടക്കേ ഇന്ത്യയിൽ കടന്നു വന്നു. 1989 I got married with a girl who is a daughter of a missionary to North India for many years. 1989 ഞാൻ ഒരു നോർത്ത് ഇന്ത്യയിൽ മിഷണറി ആയിരിക്കുന്ന ഒരു ദേവദാസന്റെ മകളുമായി വിവാഹിതനായി തീർന്നു. And God has blessed us with two handsome boys. That is Isaac, he is 14 years of age, and Ashish 11 years of age. ദൈവം ഞങ്ങൾക്ക് രണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞുങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. മൂത്ത മകന്റെ പേര് ആശിഷും ഐസക്കും ഇളയ മകന്റെ പേര് ആശിഷുമാണ്. For many years I have been teaching in many Bible schools and training centers. കഴിഞ്ഞ പല വർഷങ്ങളായി അനേക ബൈബിൾ സ്കൂളുകളും അനേക ദൈവവചനം പഠിപ്പിക്കുന്ന ട്രെയിനിങ് സെന്റേഴ്സിലും ഞാൻ പഠിപ്പിച്ചു വരുന്നു. Almost 16 years. കഴിഞ്ഞ 16 നീണ്ട വർഷങ്ങൾ ഞാൻ പഠിപ്പിച്ചു വരുന്നു. But after that God gave me a specific call to start a ministry which is called Carmel Fellowship. എന്നാൽ അതിനെ തുടർന്ന് ദൈവം എനിക്ക് ഒരു പ്രത്യേക ശുശ്രൂഷ തുടങ്ങുവാൻ ദൈവം എനിക്ക് വിളി നൽകി. ആ ശുശ്രൂഷയുടെ പേര് കാർമൽ ഫെലോഷിപ്പ് എന്നാണ്. And that's totally a Hindi fellowship. അത് പൂർണ്ണമായും ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ജനത്തിന്റെ മധ്യയാണ്. And we have not even a single Malayali in our congregation. ഞങ്ങളുടെ സഭയിൽ ഒരു മലയാളി പോലുമില്ല. And we have people from 8 states of India. വടക്കേ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിശ്വാസികളുണ്ട്. And they all speak different languages, you know. അവരെല്ലാം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാ. And by God's grace God enabled me to learn Hindi. I'm able to speak in Hindi very well. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം എനിക്ക് ഹിന്ദി ഭാഷ പഠിക്കുവാൻ സഹായിച്ചു.
ഹിന്ദിയിലാണ് ഞാൻ അവരുടെ മധ്യേ ശുശ്രൂഷിക്കുന്നത്. And also we have almost 79% of our believers are from non-Christian background. ഞങ്ങളുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ 79% വിശ്വാസികൾ പൂർണ്ണമായും അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. Many of them are from Hindu background, and also we have Sikhs background also in our church. അവരിൽ ഭൂരിഭാഗം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. ബാക്കി വേറെ 6 മത പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. And also we have 3 evangelists working with us. എന്നോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന 3 സുവിശേഷകന്മാരുണ്ട്. And they all are working in the villages. അവരെല്ലാം നോർത്ത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. I'm stationed in Faridabad, which is in the state of Haryana. ഹരിയാന സംസ്ഥാനത്തിന്റെ ഫരീദാബാദ് എന്ന പട്ടണത്തിൽ ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നു. And I thank God for this day that God has given to my life. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് എനിക്ക് നൽകി തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Last almost couple of months I have been ministering many English churches here in Houston and also in Texas, that is in San Antonio, and also in Austin. കഴിഞ്ഞ ചില മാസങ്ങളായി ഞാൻ ഈ ടെക്സസ് സംസ്ഥാനത്തിൽ 2 മാസങ്ങളായി സാൻ ആന്റോണിയോയിലും ഹ്യൂസ്റ്റണിലുമായിട്ട് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് വരുന്നു. And I have seen tremendous blessings that God pour upon those people. ദൈവം ശുശ്രൂഷയുടെ മധ്യേ അത്യത്ഭുതമായ കാര്യങ്ങൾ ചെയ്യുന്നതായി വലിയ അനുഗ്രഹങ്ങൾ പകരുന്നതായി ഞാൻ കണ്ടു. When I was coming to this place, we have been praying, Lord, what was the message that you are going to give it to me to speak to these places? ഈ സ്ഥലത്തേക്ക് ഞാൻ ശുശ്രൂഷിപ്പാൻ കടന്നു വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടെ കടന്നു വരുമ്പോൾ അങ്ങയുടെ ജനത്തോട് സംസാരിക്കേണ്ട ദൂത് എന്താണ്? And especially I came to speak in a conference in San Antonio and AG Church. One of my friend, and we had around 400 people gathered over there, and in that conference I was also one of the speaker, and I was praying, asked the Lord to give me the word. God gave me a specific word to speak in that conference and also many places wherever I'm traveling. സാൻ ആന്റോണിയോയിലുള്ള ഒരു AG സഭയുടെ ഒരു കോൺഫറൻസിൽ എന്നെ ശുശ്രൂഷിപ്പാനായി ക്ഷണിച്ചു. ദൈവം അതിനായിട്ട് എനിക്ക് വ്യക്തമായ ഒരു ദൂത് തന്നു. ദൈവം അവിടെ വലിയ കാര്യങ്ങൾ ചെയ്തു. And God gave me the word which it is the glory of God. ദൈവം എനിക്ക് നൽകി തന്ന ദൂത് ദൈവത്തിന്റെ മഹത്വം. This is the second time I'm giving that message. ആ ദൂത് രണ്ടാം പ്രാവശ്യമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. And also God gave me another message to speak in many English churches. മറ്റ് പല ഇംഗ്ലീഷ് സഭകളിൽ ശുശ്രൂഷിപ്പാനായി മറ്റൊരു ദൂതൂടെ എനിക്ക് ദൈവം തന്നു. And I spoke 7 messages on that specific subject in 7 places, and we have seen tremendous things happening. Families restored back to the presence of the Lord. Young people dedicate their lives to Christ, and God did mighty things in the life of those people. ആ ഒരു ദൂതിൽ നിന്ന് കടന്നുപോയതായ 7 സഭകളിലേക്ക് ദൈവം 7 ആശയങ്ങളെ ശുശ്രൂഷിപ്പാനായി നൽകി തന്നു. ദൈവം അവിടെ അനേക അത്ഭുതങ്ങളെ ചെയ്തു. അനേക യൗവനക്കാർ മുന്നോട്ട് കടന്നു വന്ന് അവരുടെ ജീവിതങ്ങളെ ദൈവത്തിനായി അർപ്പിക്കുന്നത് ഞാൻ കണ്ടു. I'm praying, God allow me to speak tomorrow, that I will pray and I will bring that message in this place too. ദൈവം നാളെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ച് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആ ദൂത് ഇവിടെ ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. Let's turn to 2 scriptures this evening soon. It's from the book of Ephesians chapter 5 verse 27. രാത്രികാലം 2 വേദഭാഗങ്ങൾ നമ്മൾ വേഗത്തിൽ ശ്രദ്ധിക്കാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. That he might present to himself a glorious church, not having spot or wrinkle or any such thing, but that it should be holy and without blemish. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതും ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നേറ്റേണ്ടതിനും തന്നെ താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. And the work of the Holy Spirit in these last days is to prepare and present the church. It is a glorious church before Jesus Christ. ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്ന ശുശ്രൂഷ ദൈവസഭയെ വിശുദ്ധവും നിർമ്മലമാക്കി യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവതരിപ്പാണ്. And also please turn to book of Matthew chapter